ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 അക്കൗണ്ടൻസിയിലെ ചാപ്റ്റർ 1 കുറച്ച് പോർഷൻ ബാക്കിയുണ്ടായിരുന്നു, അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, പിന്നെ അതേപോലെ അക്കൗണ്ടൻസി അല്ലെങ്കിൽ അക്കൗണ്ടിങ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെയാണെന്ന് ഉള്ളതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, പിന്നെ കുറച്ച് ബേസിക് ടേംസ് യൂസ്ഡ് ഇൻ അക്കൗണ്ടിങ്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിൻ്റെ സവിശേഷതകളാണ്. ഫസ്റ്റ് വൺ എന്താണ്? റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ വിശ്വാസ്യത. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ, അക്കൗണ്ടിങ് ഇൻഫർമേഷന് വിശ്വാസ്യത പുലർത്തുന്നതായിരിക്കണം. അക്കൗണ്ടിങ് യൂസേഴ്സിനെയാണ് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുക? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അത് എന്തായിരിക്കണം? എറർ ഫ്രീ ആയിട്ടിരിക്കണം എപ്പോഴും. അതായത് തെറ്റില്ലാതെ വേണം നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അതായത് പ്രസക്തി ഉള്ളതായിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അതെങ്ങനെയാണ് പ്രസക്തി ഉള്ളതാവുക? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ള ആൾക്ക്, അതായത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസർക്ക് ആവശ്യമുള്ള സമയത്ത് കൃത്യമായിട്ട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ നൽകുക, ലഭ്യമാക്കുക എന്നുള്ളതാണ് റെലവൻ്റ് എന്നുള്ള ക്യാരക്ടറിസ്റ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കമ്പയറബിലിറ്റി എന്ന് പറഞ്ഞാൽ താരതമ്യപ്പെടുത്താൻ പറ്റുന്നത് എന്നാണ്. അതായത് നമ്മളിപ്പോൾ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനെ എപ്പോഴും താരതമ്യപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. അതായത് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ, ഒരു ഡിസിഷൻ മേക്കറിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ തയ്യാറാക്കുന്നത്. അത് ആ ഒരു ഡിസിഷൻ മേക്കർക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നത് പോലെ തന്നെ അതിൻ്റെ മറ്റുള്ള ഉപഭോക്താക്കൾക്കും മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് തയ്യാറാക്കാൻ? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ തയ്യാറാക്കാനായിട്ട്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ. ആദ്യത്തേത് എന്താണ്? മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകളും, അതായത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും രേഖപ്പെടുത്തി സൂക്ഷിക്കുക എന്നുള്ളത്. അങ്ങനെ സൂക്ഷിക്കുന്നത് എന്തിനാണ്? പിന്നീട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എപ്പോഴെങ്കിലും ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ഒബ്ജക്റ്റീവ് എന്താണ്? കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ലാഭവും നഷ്ടവും കണക്ക് കൂട്ടുക എന്നുള്ളത്. ലാഭവും നഷ്ടവും കണക്ക് കൂട്ടുന്നത് എന്തിനാണ്? ആ സ്ഥാപനത്തിന് ലാഭം ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് തീരുമാനിക്കാം. അവിടെ ഡിസിഷൻ മേക്ക് ചെയ്യാൻ കഴിയും. അടുത്തത് നഷ്ടമാണെങ്കിൽ ഒന്നെങ്കിൽ ആ ഒരു കറണ്ട് പോയിന്റിൽ വെച്ചിട്ട് ആ ബിസിനസ് നിർത്തുക, അല്ലെങ്കിൽ ആ ഒരു നഷ്ടത്തിനെ മറികടക്കാൻ എന്ത് ചെയ്യാം എന്നുള്ള തീരുമാനം എടുക്കാനും അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യും. അടുത്തത് ഡെപ്പിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് വിലയിരുത്തുക അല്ലെങ്കിൽ ചിത്രീകരിക്കാൻ പറ്റും. അതായത് ആ സ്ഥാപനത്തിന് കൂടുതൽ ഫണ്ട് ആവശ്യമായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷൻ, അതായത് സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് വ്യക്തമാക്കുന്നത്. അടുത്തത് എന്താണ്? പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റേർണലും എക്സ്റ്റേർണലും യൂസേഴ്സ് ഉണ്ട്. ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓർഗനൈസേഷനും അതിനകത്തുള്ള ആളുകളും, അതായത് മാനേജീരിയൽസ്. അതേപോലെ എക്സ്റ്റേർണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്, ഷെയർ ഹോൾഡേഴ്സ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകളാണ് ആര്? എക്സ്റ്റേർണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അപ്പം അവർക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും കൂടെ എന്തിൻ്റെ ലക്ഷ്യമാണ്? അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യമാണ്.
അടുത്ത നമുക്ക് ജസ്റ്റ് ഒന്ന് ബേസിക് ടേംസ് ഒന്ന് ഓടിച്ചു പോവാം അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്നത്. എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസ്തിത്വമുള്ള ഒന്ന് അല്ലെങ്കിൽ ഒരു സ്ഥാപനം. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ഇടപാടുകൾ, ബിസിനസ്സിൽ ഒന്നിലധികമോ ഓർഗനൈസേഷൻസ് തമ്മിൽ നടക്കുന്ന സാമ്പത്തിക ഇടപാട്. ആസെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്തി. പണത്തിൻ്റെ മൂല്യത്തിൽ ഒരു സ്ഥാപനത്തിന് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള സാമ്പത്തിക സ്രോതസ്സിനാണ് ആസ്തി എന്ന് പറയുന്നത്. പിന്നെ ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധ്യത. ഒരു ബിസിനസ്സിൻ്റെ ബാധ്യതയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലയബിലിറ്റി എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലധനം. ഒരു സ്ഥാപനം ആരംഭിക്കുന്ന സമയത്ത് ആ ഒരു ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സെയിൽസ്, കച്ചവടം അല്ലെങ്കിൽ വിൽപ്പന, ക്യാഷിനോ അല്ലെങ്കിൽ ക്രെഡിറ്റിനോ നടത്തുന്ന വിൽപ്പനയാണ്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ക്യാഷിനോ അല്ലെങ്കിൽ ക്രെഡിറ്റിനോ വിൽപ്പന നടത്തുന്നതിനാണ് എന്ത് പറയുന്നത്, സെയിൽസ് എന്ന് പറയുന്നത്. റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വിൽപ്പന നടത്തുന്നതിലൂടെ നേടുന്ന ഒരു എമൗണ്ട് ഇല്ലേ, ആ ഒരു എമൗണ്ടിനാണ് എന്ത് പറയുന്നത്, റവന്യൂ എന്ന് പറയുന്നത്. എക്സ്പെൻസസ് എന്താണ്, എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവുകളാണ്. ആദായം നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവ് വന്നിട്ടുള്ള മുഴുവൻ തുകയ്ക്കും എക്സ്പെൻസസ് എന്ന് പറയും. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സേവനത്തിന് അല്ലെങ്കിൽ ഒരു സ്വത്തിന് വേണ്ടിയിട്ട് പണം ചെലവഴിക്കുന്ന ആ ഒരു ബാധ്യത വരുത്തുന്നതിനാണ് എന്ത് പറയുന്നത്, എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എമൗണ്ട് ചിലവ് നടത്തി, ആ ഒരു എമൗണ്ടിനേക്കാൾ കൂടുതൽ നമ്മൾ ഏൺ ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ടിനെ, ആ എക്സസ് എമൗണ്ടിനെയാണ് നമ്മളെന്ത് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഗെയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ എ വേ പ്രോഫിറ്റാണ്, പക്ഷേങ്കിൽ നമ്മൾ സെയിൽ നടത്തിയിട്ട് ഏൺ ചെയ്യുന്ന പോലെയുള്ള പ്രോഫിറ്റ് അല്ല. എക്സാമ്പിൾ, ഒരു കേസ് നടത്തിയിട്ട് അതിന് നമ്മൾ നഷ്ടപരിഹാരം നേടുക എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗെയിനാണ്, പ്രോഫിറ്റ് അല്ല. ഓക്കെ. പിന്നെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് സമയത്തോ അല്ലെങ്കിൽ സെല്ലിങ് ടൈമിലോ ഒക്കെ നമുക്ക് കിട്ടുന്ന കിഴിവ്, ഡിസ്കൗണ്ട്. പിന്നെ വൗച്ചർ, നമ്മളൊരു ട്രാൻസാക്ഷനെ ഒരു തെളിവായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ആണ് എന്ത്, വൗച്ചർ എന്ന് പറയുന്നത്. ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ബിസിനസ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ആ ഒരു പ്രൊഡക്റ്റിന് പറയുന്ന പേരാണ് എന്ത്, ഗുഡ്സ് എന്ന് പറയുന്നത്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻവലിക്കുക. അക്കൗണ്ടിങ്ങിൽ പിൻവലിക്കുക എന്നാണ് ഡ്രോയിങ്സിന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട്, വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഉടമസ്ഥന് ബിസിനസ്സിൽ നിന്നും പിൻവലിക്കുന്ന എമൗണ്ടിനാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. പിന്നെ പർച്ചേസസ്, ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ സാധനങ്ങൾ, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റോ മെറ്റീരിയൽ, ഒരു സാധനം, ഒരു പ്രൊഡക്റ്റ്, ആ ഒരു പ്രൊഡക്റ്റ് നിന്നുള്ള ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കൊടുക്കണം, ഇൻപുട്ട് കൊടുക്കണം. ഈ പറഞ്ഞ ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം അല്ലേ, ഈ റോ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം. അടുത്തത് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻ ഹാൻഡ്. അതായത് നമ്മൾ നേരത്തെ ഇൻപുട്ട് കൊടുത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി, ആ ഒരു പ്രൊഡക്റ്റ്, ആ ഒരു ഔട്ട്പുട്ടിനെ നമ്മളെ കയ്യിലുണ്ടാകുന്ന ഫിനിഷ്ഡ് ഗുഡ്സിനെയാണ് എന്ത് പറയുന്നത്, സ്റ്റോക്ക് എന്ന് പറയുന്നത്. പിന്നെ ഡെപ്റ്റേഴ്സ്, ബിസിനസ്സിൻ്റെ ഹൂ ഓസ് ടു എ ബിസിനസ്സാണ് ഡെപ്റ്ററിനെ കുറിച്ച് പറയുന്നത്. അതായത് ഒരു ബിസിനസ്സിൻ്റെ കടക്കാരനെയാണ് എന്ത് പറയുന്നത്, ഡെപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ക്രെഡിറ്റർ ആയിരിക്കും. ക്രെഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ആർക്കാണോ പണം നൽകാനുള്ളത് അവരെയാണ് ആ ബിസിനസ്സിൻ്റെ ക്രെഡിറ്റർ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ റോളാണ്. അക്കൗണ്ടിങ് എന്താണെന്ന് പറയുന്നത്, ലാംഗ്വേജ് ഓഫ് എ ബിസിനസ്, ഒരു ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആയിട്ടാണ് അക്കൗണ്ടിങ്ങിനെ കാണുന്നത്. അതേപോലെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യും അക്കൗണ്ടിങ്. അതായത് എല്ലാ പണമിടപാടുകളും നമ്മൾ രേഖപ്പെടുത്തുന്നത് കാരണം അതിൽ എന്ത് കിട്ടും, നമുക്ക് കഴിഞ്ഞു പോയിട്ടുള്ള, അതായത് പാസ്റ്റ് ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ കറണ്ട് എക്കണോമിക് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നിലവിലെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി തരാൻ അക്കൗണ്ടിങ്ങിന് സാധിക്കുന്നതാണ് പറയുന്നത്. പിന്നെ ഇൻഫർമേഷൻ സിസ്റ്റം, വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ട് അക്കൗണ്ടിങ്ങിന് റോളുണ്ട്. പിന്നെ സർവീസ് ടു യൂസേഴ്സ്, അക്കൗണ്ടിങ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിനെ ആശ്രയിക്കുന്ന ഉപഭോക്താക്കൾക്കൊരു സേവനമായിട്ടാണ് അക്കൗണ്ടിങ്ങിൻ്റെ റോള് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു.
ഇനി നമ്മൾ ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഏതൊക്കെ പോയിൻറ്റ്സാണ് റിമെമ്പർ ചെയ്ത് വെക്കേണ്ടത്, ഓർത്ത് വെക്കേണ്ടത് എന്നുള്ളത് നോക്കാം. മീനിങ്, ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ ബേസിക് ടേംസ് യൂസ്ഡ് ഇൻ അക്കൗണ്ടിങ്, പിന്നെ റോൾ ഓഫ് അക്കൗണ്ടിങ്. അതിൽ ഡെഫിനിഷൻ നിർബന്ധമായിട്ടും അത് തന്നെ പഠിച്ചു വെക്കണം. ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതണം. മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനിഷനും യൂസ് ചെയ്യാം, പക്ഷേ ഡിഫൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനിഷൻ നിർബന്ധമായിട്ട് എഴുതണം, മാറിപ്പോകരുത്. പിന്നെന്താണ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.